സ്വർണ്ണവിലയിൽ ദിനംപ്രതി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണമാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തിയത് സാധാരണക്കാരെയും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നവരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. ഇന്ന് ഒരു പവന് 87,560 രൂപ എന്ന റെക്കോർഡ് വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 10,945 രൂപയാണ് ഇന്നത്തെ വില. പണിക്കൂലി കൂടി കണക്കിലെടുത്താൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വില വരുന്നത്. ഈ കുതിപ്പ് വിവാഹ വിപണിയെയും സാധാരണക്കാരുടെ സ്വപ്നങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു. ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ്. സ്വർണ്ണവിലയിലെ വർധനവിന് പ്രധാന കാരണം ആഗോള വിപണിയിലെ വിലയിലെ വർധനവുമാണ്. അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ, ഡോളറിന്റെ മൂല്യം, ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെയാണ് ആശ്രയിക്കുന്നത്. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് വലിയ പങ്കുണ്ട്. സ്വർണം കൂടുതലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര കറൻസിയായ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ രൂപ ചിലവഴിക്കേണ്ടി വരും. ഇത് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കാനും കാരണമാകും. ഓരോ ബജറ്റിലും സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിലും മറ്റ് നികുതികളിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായും സ്വർണ്ണവിലയെ നേരിട്ട് തന്നെ ബാധിക്കും. കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ നികുതികളും പ്രാദേശിക തലത്തിൽ സ്വർണ്ണവില ഉയരാൻ കാരണമാകാറുണ്ട്. ഇന്ത്യയിൽ സ്വർണം ഒരു ആഡംബര വസ്തു മാത്രമല്ല, ഒരു നിക്ഷേപമായും വിവാഹങ്ങൾ പോലുള്ള ചടങ്ങുകളിലെ അവിഭാജ്യ ഘടകമായും പരിഗണിക്കപ്പെടുന്നു. ഓണവും വിവാഹ സീസണുകളും അടുത്തു വരുന്നതിനാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം വലിയൊരു തിരിച്ചടിയാണ്. സ്വർണം കൈവശം വെക്കുന്നത് ഒരു നിക്ഷേപമായും ഭാവിയിലേക്കുള്ള കരുതലായും അവർ കാണുന്നു. എന്നാൽ ഇത്രയും ഉയർന്ന വിലയിൽ സ്വർണം വാങ്ങുന്നത് സാധാരണക്കാർക്ക് സാധ്യമല്ല. പ്രത്യേകിച്ചും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ ഒരുങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ സ്വർണ്ണ വ്യാപാര മേഖലയിലും ഇത് വിലക്കയറ്റം ആദ്യം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഉയർന്ന വില കാരണം പലരും സ്വർണം വാങ്ങുന്നത് മാറ്റിവെച്ചേക്കാം. ഇത് സ്വർണ്ണ വ്യാപാരികളെയും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഈ വിലക്കയറ്റം നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതിനാൽ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ അടിസ്ഥാനപരമായി സ്വാധീനിക്കാറുണ്ട്. സ്വർണ്ണവിലയുടെ ഈ കുതിപ്പ് ഒരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ തുടർന്ന് പോകുമോ എന്നത് പറയാൻ സാധിക്കില്ല. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും രാഷ്ട്രീയപരമായ അനിശ്ചിതത്വങ്ങൾ കുറയുകയും ചെയ്താൽ സ്വർണ്ണവിലയിൽ കുറവ് വരാനും സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ തുടർന്നാൽ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.